മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം അതേത് നിമിഷവും എന്നെയും നിങ്ങളെയും കൊണ്ടുപോകും. നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ നമ്മളെ മരണത്തെ തടയാൻ കാരണമാകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ല. ജീവിതത്തിലേക്കുള്ള ഒരു കാര്യങ്ങളും പരിഗണിക്കപ്പെടാത്ത, ഒരു മനുഷ്യന്റെയും പണത്തിന് തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത, ഒരാളുടെയും സ്വപ്നങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിവ് കൊടുക്കാത്ത ഒരു മരണം, അത് പല രീതിയിലും കോലത്തിലും അള്ളാഹു ഈ ദുനിയാവിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടു, വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു. 2 വർഷത്തിന് ശേഷം തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭാര്യയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ വന്നത്. കൂടെ ഒരു സന്തോഷം, ആ പെൺകുട്ടി 3 മാസം ഗർഭിണിയാണ്. സഹീർ എന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നു, തൻ്റെ ഭാര്യയെയും കൂട്ടി പ്രവാസ ലോകത്തെത്തി. വളരെ ഭംഗിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം തൻ്റെ കുടുംബക്കാരോടൊപ്പം കളിക്കാൻ വേണ്ടി അദ്ദേഹം ദുബായിലെ ഒരു കളിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. കളിക്കിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. കുഴഞ്ഞു വീണ ആ ചെറുപ്പക്കാരനെ കൂട്ടുകാരെല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. പിന്നീട് ആ കുടുംബത്തിലുള്ള പെൺകുട്ടിയെ വിവരമറിയിക്കാതെ നാട്ടിൽ ഉമ്മാക്ക് സുഖമില്ല എന്ന കാരണം പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് 3 മാസം ഗർഭം ധരിച്ച ആ പെൺകുട്ടിയെ വിമാനത്തിൽ കയറ്റാൻ വേണ്ടി കൂട്ടുകാർ പുറപ്പെട്ടു. ആ വിമാനത്തിൽ കയറ്റി. അതേ വിമാനത്തിൽ ആ പെൺകുട്ടി മുകളിലിരിക്കുന്ന അതേ വിമാനത്തിൻ്റെ താഴെ ലഗേജ് വെക്കുന്ന ഭാഗത്ത് മറ്റൊരു പെട്ടിയിൽ ഈ ചെറുപ്പക്കാരൻ്റെ മയ്യത്തുമുണ്ടായിരുന്നു. നാട്ടിലെത്തുന്ന മയ്യത്തിൻ്റെ മുൻപിൽ എന്തു പറയണമെന്നാലോചിച്ച് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന കുടുംബത്തിലുള്ള രക്ഷിതാക്കൾ നിറക്കണ്ണുകളോടുകൂടി ആ മയ്യത്തേറ്റുവാങ്ങി കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ വാപ്പ കണ്ണ് പൊത്തി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം, എന്തിനാ പടച്ചോനെ എൻ്റെ മോനെ കൊണ്ടുപോയത്? എനക്കെന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ? എന്തിനാ പടച്ചോനെങ്ങി ആ പെൺകുട്ടിയെ വിധവയാക്കിയത്? വാപ്പയുടെ മുഖം പോലും കാണാത്ത 3 മാസം പ്രായമായൊരു കുഞ്ഞിനെ പോലും അനാഥനാക്കിയത് എന്തിനാണ് റബ്ബേ എന്ന് ചോദിക്കുന്ന പൊട്ടിക്കരച്ചിലിൻ്റെ ഒരു മരണം. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള ഉലമാക്കൾ ആ മരണത്തെക്കുറിച്ച് പാടിയൊരു കവിതയുണ്ട്, വളരെ മനോഹരമായൊരു കവിത. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആദമിൻ്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് ശോകമാകും, ഡോക്ടർമാർ വെപ്രാളപ്പെടും, കുടുംബക്കാരിൽപ്പെട്ട പലരും നെഞ്ചുപൊട്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബേ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. ആ കുഞ്ഞ് കരയുന്ന അന്ന് ഓരോ കുടുംബങ്ങളും സന്തോഷത്തോടെ പടച്ചോനോട് ശുക്ർ പറയുന്ന, അവൻ്റെ പൊട്ടിക്കരച്ചിൽ കണ്ട് ചിരിക്കുന്ന ഒരു ദിനത്തിലാണ്
വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ അന്ന് നിങ്ങളെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ. അന്ന് നിങ്ങളുടെ കരച്ചിൽ കണ്ട് ചിരിച്ച ഒരേ ഒരു ദിവസം നമ്മളെ ജനിച്ച ദിവസമാ. എങ്കിൽ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്നെയോർത്ത് പൊട്ടിക്കരയുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. നിന്റെ ഭാര്യ നിന്നെയോർത്ത് പൊട്ടിക്കരയുന്നൊരു ദിനം, നിന്റെ മക്കൾ നിന്നെയോർത്ത് നെഞ്ചുപൊട്ടുന്നൊരു ദിനം, നിന്നെയോർത്ത് നിന്റെ ഭർത്താക്കന്മാർ കണ്ണീര് തുടയ്ക്കുന്നൊരു ദിനം, നിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും നിന്റെ ചുറ്റുഭാഗത്തു കൂടി നിന്ന് വിങ്ങിപ്പൊട്ടുന്നൊരു ദിനം. ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവര് നിന്നെയോർത്ത് നെഞ്ചുപൊട്ടി കരയുന്ന അന്ന് അവർക്ക് നടുവിൽ നിനക്ക് സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിന്റെ റബ്ബിനെ നീ ഓർത്ത് നീ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. നിന്റെ റബ്ബിന്റെ മനസ്സിൽ നീ റബ്ബിനെ ഓർത്തുകൊണ്ട് നിന്റെ റബ്ബിലേക്ക് നീ അടുക്കണം. അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും സഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, അക്സിറു സിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. സർവ്വ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന ഒരു മരണത്തെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കണം. ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന ഒരു അതിഥിയെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നരകത്തെക്കുറിച്ചും ജന്നത്തിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പം കരയൂല. പക്ഷെ ഖബറിനെ പറ്റിയും ആ ഖബറെന്ന ലോകത്തെ പറ്റിയും സ്വഹാബത്ത് പറയുമ്പോഴേക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങും. ഒരിക്കൽ ഇത് കണ്ട ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉസ്മാൻ താങ്കൾ ഖബറെന്ന് കേൾക്കുമ്പോഴേക്കും കരയാനുള്ള കാരണം? അതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള ആദ്യത്തെ വാതിലാണ് ഖബർ. റബ്ബിന്റെ പരലോകത്തേക്കുള്ള ആദ്യത്തെ വാതിലാണ് ഖബർ. ആ ഖബറെന്ന ലോകത്തെക്കുറിച്ച് എനിക്കെന്റെ മനസ്സിൽ ചിന്ത വരുമ്പോ എന്റെ ഖബറെങ്ങാനും എനിക്ക് മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാഥന്റെ മുൻപിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്ന ഭീതിയാണ് എൻ്റെ കണ്ണുനീരിന് കാരണം എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ പറയുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എത്ര പേര് നമ്മളെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ട്? ഈ കാണുന്ന പവറും പത്രാസും ഈ കാണുന്ന തിരക്കും ഒന്നുമില്ലാതെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ ഞാനും നിങ്ങളും നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു ദിവസം വരാനുണ്ട്. മോഹിച്ചു വാങ്ങിയ വീട്, മോഹിച്ചുണ്ടാക്കിയ വീട്, ആ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒരു 3 അടി കട്ടിലിൽ നീണ്ടു നിവർന്ന് നമ്മൾ കിടക്കുന്ന സ്വന്തം മരണത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഈ കൂട്ടത്തിലുള്ള ഒരാൾ നാളെ നേരം വെളുക്കുമ്പം ഇല്ല എന്ന് കരുതുക. നാട്ടിൽ പെട്ടെന്ന് വാർത്തങ്ങനെ പരക്കും. പരപ്പനങ്ങാടിയിലെ, താനൂര്, തിരൂരിലെ സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും മുൻപെപ്പോഴോ ഏതോ കല്യാണത്തിൽ പുഞ്ചിരിച്ചോണ്ടിരുന്നൊരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അതൊരു ചെറിയ പെട്ടിക്കോളത്തിലേക്ക് മാറ്റി ആ ഫോട്ടോന്റെ താഴെ നമ്മളെ പേര് വെച്ചിട്ട് പറയും, ഇന്നാലിന്ന വ്യക്തി ഇത്ര വയസ്സ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു, നാളെ ഇത്ര മണിക്ക് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ ഫോട്ടോ നാട്ടിലെ സർവ്വ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പറന്നു നടക്കും. ആ മരിച്ച നമ്മളുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി കുടുംബത്തിലെ പലരും കയറി വരും. വാർത്ത കേട്ട് കെട്ടിച്ചു വിട്ട മക്കളൊക്കെ തളർന്നു വീണ് ഭർത്താവിൻ്റെ കയ്യിലും കാലിലും തൂങ്ങിപ്പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും. മാറത്തടിച്ചടക്കിടക്ക് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഭാര്യൻ്റെ അരികിൽ, കട്ടിലിൻ്റെ അരികിലേക്ക് നമ്മളെ മക്കളെ കുടുംബക്കാർ കൊണ്ടച്ച് കടത്തും. ആ കുടുംബത്തിൽ പിന്നെ നമ്മൾ കേൾക്കുന്ന ആകെയുള്ള ശബ്ദം ഇടക്കിടക്കകത്തുള്ള ഭാര്യൻ്റെയും പെൺമക്കളുടെയും പേങ്ങിക്കരച്ചിലായിരിക്കും. കുടുംബത്തിൽപ്പെട്ട കുടുംബക്കാരും അയൽവാസികളും പെട്ടെന്ന് തന്നെ ജാഗ്രത കാണിച്ച് 4-5 താറപ്പായെടുക്കും, 10-25 കസേരയെടുക്കും. പിന്നെ മരിച്ച ഉടനെ നമ്മളെ വീട്ടിലാകെ കേൾക്കുന്ന ശബ്ദതായിരിക്കും. കാരണവന്മാർ പറയും,
ആ താറപ്പായന്റെ കയറ് ആ മാവുമ്മലേക്ക് കെട്ടിക്കോ, ഈ ഭാഗം ഈ പ്ലാവുമ്മലേക്ക് കെട്ടിക്കോ എന്ന ശബ്ദം ഇങ്ങനെ കുടുംബത്തിൽ കേട്ടോണ്ടിരിക്കുമ്പോ ഓരോരുത്തരായി നമ്മളെ വീട്ടിലേക്ക് കയറി വരും. നിശബ്ദനായി കിടക്കുന്ന നമ്മളെ മുഖമൊന്ന് നോക്കും. എന്നിട്ട് ശേഷം അകത്തേക്ക് കയറി ഭാര്യമാരാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ, ഉമ്മമാരാണെങ്കിൽ കരയുന്ന പെണ്ണിന്റെ അരികിൽ ചെന്ന് ആശ്വാസവാക്കുകൾ പറയും. ആൺമക്കൾ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ആൺമക്കളോട് സലാം പറഞ്ഞ് നമ്മൾ മോഹിച്ചു വാങ്ങിയ വീട്ടിന്റെ തൂണിൽ നമ്മളെ കെട്ടുന്ന ആദ്യത്തെ പോസ്റ്റർ ഏതാണെന്നറിയോ? എന്തെങ്കിലും ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയമായിരിക്കും. അത്രയേറെ മോഹിച്ചു വാങ്ങിയ വടകര താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഉണ്ട്. 24 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് ഉള്ള സമ്പാദ്യം കൊണ്ടെല്ലാം നല്ലൊരു വീട് പണിത് ആ വീട്ടിലേക്ക് പ്രവേശന കർമ്മം നിശ്ചയിച്ചത് വെള്ളിയാഴ്ച അസറിന് വെള്ളിയാഴ്ച വീട്ടിൽ കയറി മഗ്‌രിബിന്റെ ഇടക്ക് അറ്റാക്ക് വന്നു. അതേ വീട്ടിൽ മോഹിച്ചു വാങ്ങിയ ആ ചെറുപ്പക്കാരന്റെ ഉണ്ടാക്കിയ അതേ വീട്ടിൽ അവന്റെ പുതിയ തൂണിൽ പിന്നെ ആദ്യം വന്ന ബോർഡ് ഏതാണെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ മയ്യത്തുസ്കാരം നാളെ സുബഹിക്ക് ശേഷം പള്ളിയിൽ എന്നുള്ള ബോർഡാ. അങ്ങനെ ഓരോരുത്തരും വിവരമറിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പൊ ചില കാരണവന്മാരൊക്കെ വാച്ചിലേക്ക് നോക്കിയിട്ട് പറയും, പെട്ടെന്ന് കുളിപ്പിക്കാൻ എടുക്കണം. അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാർ കൊണ്ടുപോയി കുളിപ്പിക്കും. ഒറ്റക്ക് കുളിച്ച നമ്മളുടെ ശരീരത്തിൽ അവര് വെള്ളമൊഴിക്കും. ഒറ്റക്ക് വിസർജിച്ച നമ്മളുടെ ശരീരത്തിൽ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി നമ്മളെ വിസർജ്യം അവർ വാരിക്കളയും. അതിനുശേഷം ആ മയ്യത്ത് 5 വെള്ളത്തുണിയിലോ 3 വെള്ളത്തുണിയിലോ പൊതിഞ്ഞ് വീട്ടിന്റെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്തിന്റെ ഭാഗങ്ങളെടുത്ത് മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് 6 അടി മണ്ണിന്റെ അരികിലേക്ക് എത്തിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ 1-ാമത്തെ സഫിൽ വെച്ച് നിസ്കരിച്ച് 6 അടി മണ്ണിന്റെ അരികിൽ കൊണ്ടുവച്ച് ആ 6 അടി മണ്ണിലേക്ക് നമ്മളെ മയ്യത്തിറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് നമ്മൾ കാണാറില്ലേ? മയ്യത്തിറക്കി വെച്ചതിന് ശേഷം 3 പിടി മണ്ണ കബറും പുറത്തേക്ക് വാരിയിട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ഒരാൾ തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, ഇന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ, അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ അരികിലേക്ക് വന്ന എന്റെ വാപ്പാക്ക് നീ ആ ഖബറിലൊന്ന് ധൈര്യം കൊടുക്കണേ നാഥാ. ഈ ഉമ്മാന്റെ മോനാ റബ്ബേ ഞാൻ, ഈ ഉമ്മാന്റെ കുടുംബക്കാരനാ റബ്ബേ ഞാൻ. ഇന്നലെ വരെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച എന്റെ ഉമ്മാക്ക് ആ 6 അടി മണ്ണിൽ നീ ഒരു ധൈര്യം കൊടുക്കണേ നാഥാ. പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിനടിയിൽ ഓരോരുത്തരും ഒറ്റക്കാണ് റബ്ബേ. അതുകൊണ്ട് നാഥാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഒരു മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ ആ ഖബറിന്റെ അരികിൽ നിന്ന് ആളുകൾ ദൂരത്തേക്ക് നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നവന്റെ കാലിന്റെ അടയാളത്തിന്റെ ശബ്ദം ആ ഖബറാളി കേട്ടുകൊണ്ടിരിക്കും. അവന്റെ ഏകാന്തതയെക്കുറിച്ച് അവൻ ഇനി അങ്ങോട്ട് ഒറ്റക്കാണെന്ന ബോധമുണ്ടാകാൻ, ഇനി ആരും കൂട്ടില്ലെന്നവന് സ്വയം ബോധ്യപ്പെടാൻ ആ ഖബറിലേക്ക് കുടുംബക്കാരുടെ കാലടി ശബ്ദം റബ്ബ് കേൾപ്പിച്ചു കൊടുക്കും. ആ സമയത്ത് നസലൽ മലക്കു, വാനലോകത്ത് നിന്നും അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും. ഖബറാളിയെ തട്ടി വിളിക്കും, ഖബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തും. എന്നിട്ട് റബ്ബിന്റെ ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരായിരുന്നടോ? അല്ല ദുനിയാവിൽ തന്ന ആയുസ്, റബ്ബ് തന്ന വായു, റബ്ബ് തന്ന വെള്ളം, റബ്ബ് തന്ന കുടുംബം, റബ്ബ് തന്ന ആരോഗ്യം, റബ്ബ് തന്ന തൗഫീക്ക്, വാനോളം പടച്ച റബ്ബ് തന്നിട്ടും ആ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചവനെ അല്ലെങ്കിൽ ജീവിക്കാത്തവനെ പറയടോ, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരാ? നീ ആരെയാ ഭയപ്പെട്ടത്? നീ ആർക്കു വേണ്ടിയാ ജീവിച്ചത് എന്ന റബ്ബിന്റെ ചോദ്യം ചോദിക്കുമ്പം അല്ലാഹുവേ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, കെട്ടിക്കൊടുക്കലുകളില്ലാതെ യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ ഉത്തരം മുട്ടുന്ന കണ്ണിന്റെ വെപ്രാളമില്ലാതെ
ചോദിക്കുന്ന മലക്കുകളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റണം, റബ്ബേ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന്. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. ഏതൊരു മനുഷ്യൻ മരിച്ചാലും അത് ലോകത്തിന്റെ പ്രവാചകന്മാരാണെങ്കിലും അല്ലാഹ്ക്കേറെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളാണെങ്കിലും റബ്ബിനേറെ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളാണെങ്കിലും ഒരു മനുഷ്യന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം ഖബറിന്റെ ഭയാനകത ഖബറാളിയൊന്ന് ബോധ്യപ്പെടുത്താൻ ഖബറിന്റെ 2 ഭാഗങ്ങൾ റബ്ബിടുക്കി കളയും. ആ ഇടുങ്ങുന്ന സമയത്ത് ഖബർ കിടക്കുന്നവന്റെ വാരിയെല്ലുകൾ ഇതുപോലെ കോർത്തു പോക്കപ്പെടും. മദീന മിമ്പറിന്റെ മേലെ വെച്ച് 2 കൈകളും കോർത്തു പിടിച്ചിട്ട് റസൂലുള്ള കാണിച്ചു കൊടുക്കുക, ഇതുപോലെ നിങ്ങളെ വാരിയെല്ലുകൾ കോർക്കപ്പെടും. വേദന കൊണ്ടവൻ പെടയും, ആർത്തട്ടഹസിക്കും. ലോകത്തിന്റെ പ്രവാചകൻ മദീന മിമ്പറിന്റെ മുകളിൽ വെച്ച് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യുഹന്നാസ് അയ്യുഹസ് സ്വഹാബ, എന്റെ ജനങ്ങളെ, നിങ്ങളെങ്ങാനും ആ കരച്ചിൽ കെട്ടിരുന്നെങ്കിൽ അല്ലാഹ് ഖബറിടുക്കി കളയുമ്പോ ആ ഖബർ കിടക്കുന്ന ഒരു ഖബറാളിയുടെ ആ വാരിയെല്ലിന്റെ ഇടുങ്ങലിന്റെ വേദന കൊണ്ടവൻ കരയുന്ന കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കലും ഒരു വാപ്പാന്റെ മയ്യത്തും ഒരു മക്കളും ഖബറിലേക്ക് വെക്കില്ല, ഒരു മക്കളുടെ മയ്യത്തും ഒരു വാപ്പാര് ഖബറിലേക്ക് വെക്കില്ല. അത്രമാത്രം വേദനാജനകമായ ഒരു ഇടുങ്ങൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നാദാ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ആ ഖബറിന്റെ ഇടുങ്ങളിൽ നിന്ന് ഈ ഖബറാളിക്ക് സമാധാനം കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ മനോഹരമായ ഒരു ഖബറിടം, സ്വർഗ കവാടം തുറക്കുന്ന ഒരു ഖബറിടം, നിന്റെ കൂട്ടുകാരനെ കൊണ്ട് സന്തോഷമറിയിക്കുന്ന ഒരു ഖബറിടം ഈ ഖബറാളിക്ക് കൊടുക്കണേ റബ്ബേ എന്ന് 10-15 മിനിറ്റ് നേരം. പിന്നെ എല്ലാവരും ആ ഖബറും പുറത്തുനിന്ന് തിരിച്ചു പോവും. പിന്നെ ആരാ മനുഷ്യരെ നിങ്ങളെ ഓർക്കുക? ഇന്ന് നേരം വെളുത്തിട്ട് ഈ മഗ്‌രിബ് നമസ്കരിച്ച് പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പോ നമ്മൾ എത്ര പേര് നമ്മളെ കുടുംബത്തിൽ മരിച്ചോയവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും ഒന്ന് ഓർത്തിട്ടുണ്ട്? ചില മക്കൾ പോലും വാപ്പനെയും ഉമ്മനെയും പോലും ഓർത്തിട്ടുണ്ടാവൂല. അവരെങ്ങനെയാ റബ്ബെ ഖബറിൽ ജീവിക്കുന്നതെന്നും അവരെങ്ങനെയാണ് പടച്ചോന്റെ അടുത്തേക്ക് എത്ര മനോഹരമായിട്ടാണ് അവർ പോയതെന്നും അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഹൃദയം തുറന്നൊരു പ്രാർത്ഥന പോലും മനസ്സറിഞ്ഞ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും മറക്കുന്നൊരു മരണം നിങ്ങളെയും ജീവിതത്തിൽ വരാനുണ്ട്. ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ജീവിതത്തിലേക്ക് ഏത് നിമിഷവും വരുന്ന ആ മരണത്തിന് വേണ്ടി നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ലോകം മൊത്തം നശിക്കാനുള്ളതാ. ജനിച്ചിട്ടുണ്ടോ ഇനി മരിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യ. അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലുമൻ അലൈഹാ ഫാൻ. ലോകം വെട്ടിപ്പിടിച്ചിരുന്ന അലക്സാണ്ടർ 36-ാമത്തെ വയസ്സിൽ ഒരസുഖം വന്ന് മരണത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം എന്റേതാണെന്ന് വാദിച്ചിരുന്ന ലോകത്തെ ഭരണാധികാരികൾ, പ്രമാണിമാർ, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിരുന്ന ലോകത്തേക്ക് നിശ്ചയിക്കപ്പെട്ട ഫിർഔൻ അടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, ബാക്കിയാവുന്നത് നിന്റെ സൃഷ്ടാവ് മാത്രമായിരിക്കും. ആ ഒരു മടക്കം ഏത് നിമിഷവും കടന്നു വരുന്ന ആ ഒരു മടക്കത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതല്ല, ഈ ദുനിയാവാണോ നമുക്ക് വലുത്? നാളെ ജീവിക്കണം, എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്ക് മനോഹരമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതല്ലേ ഇന്ന് ചില രക്ഷിതാക്കൾ പറയാറുള്ളത്? എന്റെ വാക്ക് കേൾക്കുന്ന രക്ഷിതാക്കളെ, എന്താ റബ്ബിന്റെ അടുത്തേക്കുള്ളതെന്ന് ചോദിക്കുമ്പോ ചിലര് താല്പര്യത്തോടെ പറയും, 60-70 വയസ്സായി, നല്ല കിട്ടലല്ലേ, ഇത്രയൊക്കെ കിട്ടിയത് തന്നെ പോരെ എന്ന് ചോദിക്കുന്ന മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്. മക്കളെ പഠിപ്പിച്ച ചില രക്ഷിതാക്കൾ പറയും,
മക്കൾക്ക് കല്യാണം നടത്തിയ ചില രക്ഷിതാക്കൾ പറയും, അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തദ് ദുനിയാ. 4 മക്കളുണ്ട്, 4 എണ്ണത്തിനെയും കെട്ടിച്ചിട്ടുണ്ട്. 3 മക്കളുണ്ട്, 3 എണ്ണത്തിനും വീടായിട്ടുണ്ട്. 3 മക്കളുണ്ട്, 3 ആക്കും ഗവൺമെന്റ് ജോലിയായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുണ്ട്, റോഡ് ബൈക്കിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. മൂത്തോൻ തിരൂര് പുരണ്ടാക്കിയിട്ടുണ്ട്. ഇളയോളെ കെട്ടിയ പിയ്യാപ്പയ്ക്കൊരു 10 വാടകക്ക് മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. മൂത്തോൻ കാറ് വാങ്ങിയിട്ടുണ്ട്. ഇളയോന്റെ മക്കൾ അൽഫിത്തറെ പോകാറുണ്ട്. ഇളയോന്റെ മോന്റെ മോക്ക് കഴിഞ്ഞ റമദാനിന് ഇന്നത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ SSLCക്ക് 10A+ കിട്ടിയ കൂട്ടത്തില് എന്റെ മൂത്ത മോളയുണ്ട്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിൽ നശിക്കാനുള്ള മക്കളുടെയും പണത്തിന്റെയും അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെയും എണ്ണമല്ലാതെ നാളെ റബ്ബെന്നെ വിളിക്കുമ്പോ, എനിക്കെന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ എന്റെ വിശ്വാസം ക്ലിയറാ, എന്റെ കുടുംബം ക്ലിയറാ, എന്റെ സാമ്പത്തികം ക്ലിയറാ, എന്റെ ജീവിതത്തിൽ എനിക്കെന്റെ റബ്ബ് തന്ന സർവ്വതും ഞാൻ ചിന്തിച്ചു കൂട്ടിയത് എന്റെ റബ്ബിന്റെ അരികിലേക്ക് എനിക്ക് ഭംഗിയാക്കാൻ വേണ്ടിയാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വല്ലാഹിറതു ഖൈറും വഅബ്കാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് മരിച്ച മനുഷ്യൻ വരെ കിടക്കുന്നത് ഖബറിലാ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മനുഷ്യരെ ആദം നബി അടക്കം, നൂഹ് നബി അടക്കം, മൂസാ നബി അടക്കം, 1,00,000-ൽ പരം പ്രവാചകന്മാരടക്കം, ഖുലഫാഉർ റാഷിദീങ്ങളടക്കം, പ്രവാചകന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ പ്രവാചക പത്നിമാരടക്കം, എന്തിനേറെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ട സർവ്വ മനുഷ്യരും ഇന്ന് കിടക്കുന്നത് ഖബറിലാണെങ്കിൽ വല്ലാഹിറതു ഖൈറും വഅബ്കാ. എന്നെന്നും ബാക്കിയാവുന്നൊരു ലോകം കാത്തിരിക്കുന്നുണ്ട്. റബ്ബ് തന്നതൊന്നും തിരിച്ചെടുക്കാത്തൊരു പരലോകം, റബ്ബ് തന്നതിനൊന്നും കണക്ക് പറയാത്തൊരു ലോകം. ആ ലോകത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാൻ, ആ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പം കൊണ്ടുപോകാൻ എന്താ നിങ്ങളെ കയ്യിലുള്ളത് എന്നാ റബ്ബിന്റെ ചോദ്യം. മഹാനായ പ്രവാചകന്റെ സഹാബാക്കളോ, അവര് ജീവിതത്തിൽ മരണത്തെ ആഗ്രഹിച്ചത് അവർക്ക് ദുനിയാവ് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചതിന് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചക ചരിത്രത്തിൽ മറക്കാനാവാത്തൊരു ചരിത്രമുണ്ട്. ചെറുപ്പക്കാരനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മിസ്അബ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം, ആ സുഗന്ധത്തിന് വേണ്ടി മക്കയിലെ തെരുവിൽ കുലീനകളായ സ്ത്രീകൾ ഇങ്ങനെ കാത്തു നിന്നിരുന്നു. മിസ്അബ് ദിവസം 4ഉം 5ഉം തവണ വസ്ത്രം മാറും, അതും പട്ടിന്റെ വസ്ത്രം. മിസ്അബിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി സ്ത്രീകൾ കാത്തിരിക്കും. പുരുഷന്മാര് പോലും മിസ്അബിന്റെ സൗന്ദര്യം കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസം ഇങ്ങനെ നിശബ്ദനായി വീട്ടിന്റെ അകത്തിരിക്കുമ്പോ ഉമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ മിസ്അബേ, എന്താ എനക്ക് പറ്റിയത്? ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ മാർഗം ഇനി മുഹമ്മദിന്റെ മാർഗമാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി ഞാൻ ലാത്തന്റെ കബറിങ്കിലേക്കില്ലമ്മ. ഇനി ഞാൻ മഷി നോക്കാനോ പറവകളെ പളർത്തി ദൂരം നിശ്ചയിക്കാനോ ഇല്ലമ്മ. ഇനി മന്ത്രി ചൂതിക്കൊടുക്കുന്ന ഏലസിന് വേണ്ടി, ചരടിന് വേണ്ടി കാത്തിരിക്കാൻ ഞാനില്ല ഉമ്മ. എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതുപോലെ എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തിലേക്ക് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് ഉമ്മ. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത ആ ഉമ്മ വെറുപ്പോടെ വീട്ടിന്റെ പുറത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, മോനെ മിസ്അബേ, ഇപ്പൊ ഇറങ്ങിക്കോ വീട്ടിന്ന്. ഇനി ആ മുഹമ്മദിന്റെ മാർഗം ഉപേക്ഷിക്കാതെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിനക്കൊരു ചില്ലിക്കാശ് ഈ ഉമ്മ തരൂല. സ്വന്തം ഉമ്മാന്റെ മുൻപിൽ വെച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉമ്മ, ഈ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ? ഇതയച്ചിട്ടാ ഞാൻ നഗ്നനാണുമ്മ. ഇതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട ഉമ്മ. അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഉമ്മാന്റെ മുൻപിൽ വെച്ച് ഉടുത്ത ഉടുമുണ്ട് മാത്രമെടുത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട്ടിലേക്ക് കയറി ചെന്നു, കൈ പിടിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെയാ.
ആ ചരിത്രത്തിലുണ്ട് ഒരു യുവാവ് എങ്ങനെയാവണമെന്ന്. ഈ സദസ്സിൽ നിന്ന് എന്റെ വാക്ക് കേൾക്കുന്ന യൗവനങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളുടെ ജീവിതത്തിന്റെ കർമ്മശേഷി പലരും നശിപ്പിക്കുന്നത് മീഡിയകൾക്ക് മുൻപിലാ, സിനിമാശാലകൾക്ക് മുൻപിലാ, പരസ്യ മോഡലുകൾക്ക് മുൻപിലാ. ജീവിതത്തിന്റെ ആർഭാടങ്ങളിൽ, ആഘോഷങ്ങളിൽ മതിമറന്ന് കള്ളും കഞ്ചാവും കുടിച്ചോടുന്ന ചില ചെറുപ്പക്കാർക്ക് തോന്നും ഇനി എനിക്ക് മാറ്റമില്ല, എനിക്ക് മാറാൻ പറ്റൂല എന്ന്. ചിന്തിക്കല്ലേ ചെറുപ്പക്കാരാ, നിന്നേക്കാൾ ദിവസം 3 നേരം പട്ടിന്റെ വസ്ത്രം മാറ്റിയിരുന്ന, ആയിരക്കണക്കിന് സ്ത്രീകളുടെ നോട്ടത്തിന് വേണ്ടി സുഗന്ധം പൂശിയിരുന്ന, കണ്ടാൽ ഏതൊരു പുരുഷനും നോക്കിപ്പോകുന്ന യുവകോമളനായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആധുനിക ലോകത്തെ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരനുമുള്ള മാതൃകയാ. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുണ്ടും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലുമാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആധുനിക യുവത്വത്തോട് പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്ത് ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന രാഷ്ട്രീയ കോമരങ്ങളോട്, അതല്ലെങ്കിൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് കുടുംബത്തിൽ നിന്നും പഠിക്കാൻ വന്ന പാവപ്പെട്ട മക്കളെ ക്ലോസറ്റിലേക്ക് മുഖം താഴ്ത്തി കൊന്നുകളയുന്ന ആധുനിക യുവത്വത്തോട്, കൈഞ്ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്ന MDMA-യേക്കാൾ, ബ്രൗൺ ഷുഗറിനേക്കാൾ, മറ്റേത് കഞ്ചാവിനേക്കാൾ നിങ്ങൾക്കിതാ നല്ലൊരു മാതൃക. മിസ്അബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ലക്ഷ്യം ബോധ്യപ്പെട്ടു. ഇനി എന്റെ ജീവിതം അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പമാ. അള്ളാന്റെ ഹബീബ് നിശ്ചയിച്ചു. ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഇസ്ലാമിന്റെ പതാക എടുത്ത് ഇതേ മിസ്അബിന്റെ കയ്യിലേക്ക് കൊടുത്ത റസൂല് പറയുന്നൊരു വാക്കുണ്ട്, മോനെ മിസ്അബേ, ഇത് ഇസ്ലാമിന്റെ പതാകയാ. നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് മിസ്അബേ. അത് നിന്റെ യൗവനമാ, അത് നിന്റെ ചുറുചുറുക്ക. നിന്റെ യൗവനം തന്ന റബ്ബിനോട് നിന്റെ യൗവനത്തിന്റെ കർമ്മശേഷി പ്രകടിപ്പിക്കണേ മോനെ. വലത്തെ കയ്യിൽ പതാകയും പിടിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടി. ഇടക്കുണ്ടായ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ശത്രുഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ നേരെ പടയാളികൾ കുതിച്ചു വന്നു. പിന്തിരിഞ്ഞോടുന്ന സെക്കൻഡിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹാബത്തെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്തിന് നമ്മൾ പിന്തിരിഞ്ഞോടണം? നമ്മൾ അള്ളാന്റെ കക്ഷികളല്ലേ? ആർജവത്തോടെ പതാക കയ്യിൽ പിടിച്ച് വീണ്ടും ഉഹുദിലേക്ക് തിരിച്ചോടുമ്പോ ആദ്യമായി വെട്ടുകിട്ടുന്നത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കൈക്ക. അറ്റുവീണ വലത് കൈയിൽ നിന്നും പതാക ഇടത് കൈയിലേക്ക് പിടിച്ചു. ഇടത് കൈക്കും വെട്ടുകിട്ടി. അറ്റുപോയ 2 കൈകൾ ഉപയോഗിച്ച് പതാക മാറത്തെ കടക്കി പിടിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ ശത്രുവിന്റെ പോട്ടകട്ടളങ്ങളിലേക്ക് ഓടിച്ചെന്നപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടി. ഷഹാദത്ത് കലിമ ചൊല്ലി റസൂലേൽപ്പിച്ച പതാക ഉഹുദിന്റെ മണൽത്തരികൾ തൊടാതെ കമന്നു പിടിഞ്ഞ് കെട്ടിപ്പിടിച്ച് മരണപ്പെട്ട് കിടക്കുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കണ്ട് അന്ന് വരെ കരയാത്ത റസൂലുള്ള കരഞ്ഞു. ഒട്ടകത്തിന്റെ കുടൽമാലകൾ തലയിലിട്ടപ്പോ കരയാത്ത റസൂല് കരഞ്ഞു. കരിങ്കല്ലുകൊണ്ട് ഏറ് കിട്ടിയപ്പോ കരയാത്ത റസൂല് കരഞ്ഞു. കാരണം കാലും കൈയും വെട്ടിമാറ്റപ്പെട്ട്, കണ്ണുകൾ തുറിഞ്ഞ് ചോയ്ന്നെടുക്കപ്പെട്ട്, പല്ലുകൾ പോലും കുത്തിയടർത്തപ്പെട്ട്, അങ്ങേയറ്റം ശരീരത്തോട് അനാദരവ് കാണിച്ച മയ്യത്ത് കണ്ട് വിങ്ങിപ്പൊട്ടി റസൂല് പറയുന്നൊരു വാക്കുണ്ട്, സ്വഹാബത്തെ, ആദ്യം നിങ്ങൾ മിസ്അബിനെ മറമാടണം. മറമാടാൻ ചെന്ന സ്വഹാബത്ത് വീണ്ടും റസൂലിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, റസൂലേ, കാലുമറയ്ക്കുമ്പം തലമറയുന്നില്ല നബിയേ, അല്ലെങ്കിൽ തലമറയ്ക്കുമ്പം കാലുമറയുന്നില്ല റസൂലേ. അന്നുമ്മാന്റെ അരികിൽ നിന്നും പോരുമ്പോ മിസ്അബ് എടുത്തിരുന്ന ആ ഒരു കീറത്തുണി മാത്രമേ ഉള്ളൂ റസൂലേ. അത് തോളിലേക്ക് വെച്ച് കിട്ടുമ്പം കാല് നഗ്നമാ, കാലിലേക്ക് നീക്കുമ്പം തല നഗ്നമാ. എന്ത് ചെയ്യും നബിയേ? അല്പം പുല്ലെടുത്ത് ആ പുല്ലെടുത്ത് കാൽഭാഗത്ത് വെച്ച് നിങ്ങൾ എന്റെ മിസ്അബിനെ വേഗം മറമാടണം, അതെനിക്ക് കാണാൻ വയ്യ എന്ന് റസൂലുള്ള കണ്ണീരൊഴുക്കുമ്പോ ആ മയ്യത്തിന്റെ അരികിൽ വന്ന് കബറിലേക്ക് എടുത്തു വെക്കുന്ന മയ്യത്ത് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ മിസ്അബേ, നിന്നെ ഞാൻ കണ്ട ആദ്യകാലത്ത് നിന്റെ കണ്ണിങ്ങനെയല്ലായിരുന്നു മോനെ, നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നു മോനെ, നിന്റെ ആയുസ് പോലും ഇന്നുടു തുണിക്ക് മറുതുണിയില്ലാതെ, കഫൻ ചെയ്യാൻ ഒരു തുണിയില്ലാതെ നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മോനെ എന്ന് റസൂല് വിങ്ങിപ്പൊട്ടുന്ന
ഒരു മരണം മിസ്അബിനെ കാത്തിരുന്നിട്ടുണ്ട് എങ്കിൽ അതൊരൊറ്റ കാരണത്തിന്റെ പേരിലാ, എൻ്റെ റബ്ബ്, ആ റബ്ബിന്റെ അരികിലേക്കുള്ള എൻ്റെ യാത്ര എനിക്ക് ഏറ്റവും മനോഹരമാക്കണം എന്ന ചിന്തയോടെ പണിയെടുത്ത സ്വഹാബത്ത്. അതുകൊണ്ട് അള്ളാഹ് കൊടുത്തൊരു തിരിച്ചുള്ള യാത്രയായിരുന്നു ഓരോ സഹാബത്തിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സമ്പാദ്യമാണ് എൻ്റെയും ജീവിതത്തിൽ വേണ്ടത്.